തുറുങ്കിലടയ്ക്കുന്ന കരുതലോ? കേന്ദ്ര സർക്കാരിനോടും സ്റ്റേറ്റ് ഗവൺമെന്റിനോടും ഞങ്ങൾക്കുള്ള അഭ്യർത്ഥന ഇതാണ്. ക്രൈസ്തവ സന്യാസികളായ ഞങ്ങൾക്ക് നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തോടെയും സഞ്ചാര സ്വാതന്ത്ര്യത്തോടെയും ഈ ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ജീവിക്കാനായിട്ട് അനുവദിക്കണമെന്നും അതിനുള്ള എല്ലാ സംരക്ഷണവും ഉറപ്പു നൽകണമെന്നും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. രാജ്യത്തെ ഭരണഘടനയ്ക്കെതിരായിട്ടുള്ള ശക്തമായ ആക്രമണമല്ലേ? രാജ്യത്തെ ഭരണഘടന അനുസരിച്ച് ഓരോ വിശ്വാസിക്കും അവരുടെ വിശ്വാസ പ്രമാണങ്ങൾക്കനുസരിച്ച് പ്രാർത്ഥിക്കാനും വേഷം ധരിക്കാനും അതുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ നടത്താൻ അവകാശം ഉണ്ടാകുമ്പോൾ അതിനെ ചോദ്യം ചെയ്യത്തക്ക രീതിയിലേക്കല്ലേ ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. അപ്പൊ ആ വേഷം ഉപേക്ഷിച്ച് അവർ യാത്ര ചെയ്യണമെന്ന് പറയേണ്ട ഒരു ഗതികെട്ട അവസ്ഥയിലേക്ക് ഈ സമൂഹത്തെ രാജ്യം കൊണ്ടെത്തിക്കുകയാണ്. ഛത്തീസ്ഗഡിൽ മനുഷ്യക്കടത്ത് ആരോപിച്ച് 2 കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തത് രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ കടുത്ത ആശങ്ക ഉയർത്തുകയാണ്. സഭയുടെ സ്ഥാപനങ്ങളിലേക്ക് യുവതികളെ തൊഴിലിനായി കൂട്ടിക്കൊണ്ടുപോകാനെത്തിയ മലയാളി കന്യാസ്ത്രീകളെ കൽത്തുറുങ്കിലടച്ചത് ഇരട്ട എഞ്ചിൻ സർക്കാരിന്റെ പോലീസാണ്. റെയിൽവേ പോലീസും നോക്കി നിന്നു. ഛത്തീസ്ഗഡിൽ, മധ്യപ്രദേശിൽ, ഉത്തർപ്രദേശിൽ, ഒഡീഷയിൽ എഞ്ചിൻ സർക്കാരുകൾക്ക് കീഴിൽ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾ തുടർച്ചയായി ആക്രമിക്കപ്പെടുന്നുവെന്ന് സഭയ്ക്ക് പരാതി. മുനമ്പത്ത് ക്രിസ്ത്യാനികളുടെ അവകാശ സംരക്ഷണത്തിനിറങ്ങിയ കേരള BJP ഇക്കാര്യത്തിൽ ഒന്നും മിണ്ടിയിട്ടില്ല. ഈസ്റ്റർ ദിനത്തിൽ പള്ളികൾ കയറിയിറങ്ങിയവർ ഇതൊന്നും കണ്ടഭാവം നടിക്കുന്നുമില്ല. മതസ്വാതന്ത്ര്യം, മതപരിവർത്തന വിരുദ്ധ നിയമങ്ങളുടെ ദുരുപയോഗം എന്നിവയെക്കുറിച്ച് ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർത്തുന്നതാണ് ഛത്തീസ്ഗഡ് സംഭവം. യഥാർത്ഥത്തിൽ അവിടെ നടന്നത് എന്താണ്? നിയമം നിയമത്തിന്റെ വഴിക്ക് നീങ്ങിയതാണോ അതോ ന്യൂനപക്ഷ അവകാശങ്ങളിൽ കടന്നു കയറിയതോ? ഭരണഘടന ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യം എന്നത് അർത്ഥമാക്കുന്നത് ഇതാണോ? ഈസ്റ്റർ ദിനത്തിൽ ദേവാലയത്തിലെത്തുന്ന പ്രധാനമന്ത്രിയുടെ പാർട്ടിയുടേത് കൽത്തുറുങ്കിലടയ്ക്കുന്ന കരുതലോ?